നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, കോതമംഗലം എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ വ്യവസായ, വിദ്യാഭ്യാസ, ആരോഗ്യ ഭൂപടത്തിൽ തന്ത്രപ്രധാന സ്ഥാനമുള്ള എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് കളമശ്ശേരി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ, നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ, IT പാർക്കുകളുടെയും സാമീപ്യം ഇതെല്ലാം കളമശ്ശേരിയെ ഒരു സുപ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കളമശ്ശേരി നിയോജക മണ്ഡലം ഈ രംഗത്ത് അഭൂതപൂർവമായ ഒരു കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇതിന് പിന്നിലെ പ്രധാന ചാലക ശക്തികളിലൊന്ന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബിയാണ്. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം, ഗതാഗതം, IT, വ്യവസായം തുടങ്ങിയ വിവിധ മേഖലകളിൽ കിഫ്ബി എങ്ങനെയാണ് കളമശ്ശേരിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നത്? നമുക്ക് വിശദമായി കാണാം. സംസ്ഥാനത്തിന്റെ വലിയ വികസന പദ്ധതികൾക്ക്, ഉദാഹരണത്തിന് ആയിരക്കണക്കിന് കോടികൾ മുതൽ മുടക്ക് വരുന്ന റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, വ്യവസായ പാർക്കുകൾ എന്നിവയ്ക്ക് സാധാരണ ബജറ്റ് വിഹിതത്തിന് പുറമെ പണം കണ്ടെത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് കിഫ്ബി. ഇത് സർക്കാരിന്റെ ഒരു പ്രത്യേക ധനസമാഹരണ മാർഗമാണ്. വിവിധ സർക്കാർ ഏജൻസികളുമായി ചേർന്നാണ് കിഫ്ബി ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇനി കളമശ്ശേരി മണ്ഡലത്തിൽ കിഫ്ബി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളിലേക്ക് കടക്കാം. കളമശ്ശേരിയുടെ മാത്രമല്ല, കേരളത്തിന്റെ തന്നെ ആരോഗ്യ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികളാണ് കിഫ്ബി ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പുതിയ ഹോസ്പിറ്റൽ കോംപ്ലക്സ് നിർമ്മാണമാണ്. വഴി നടപ്പിലാക്കുന്ന ഈ ബൃഹത് പദ്ധതിക്ക് 384 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. അതിൽ 190 കോടിയോളം രൂപ ഇതിനകം കൈമാറി കഴിഞ്ഞു. ഇത് പൂർത്തിയാകുമ്പോൾ ഏറ്റവും ആധുനികമായ ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാകും. അതുപോലെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിന് പുതിയ ബ്ലോക്ക്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ഇൻകൽ വഴി കിഫ്ബി നൽകുന്നത് 286 കോടിയിലധികം രൂപയാണ്. ഇതിൽ 195 കോടിയിലധികം രൂപയും കൈമാറി. ഇത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനും വലിയ മുതൽക്കൂട്ടാകും. ഇവയ്ക്ക് പുറമെ സംസ്ഥാനതല പദ്ധതികളുടെ ഭാഗമായി ജില്ലയിലെ ആശുപത്രികളിൽ കാത്ത് ലാബുകളും കാർഡിയാക് കെയർ യൂണിറ്റുകളും സ്ഥാപിക്കുന്നതിനും കോവിഡ് പോലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിനും കിഫ്ബി നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പ്രയോജനം കളമശ്ശേരി മണ്ഡലത്തിലെ ജനങ്ങൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. KMSCL ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കളമശ്ശേരിയുടെ അഭിമാനമായ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗവേഷണ പഠന കേന്ദ്രമാക്കി മാറ്റാൻ കിഫ്ബി നൽകുന്നത് സമാനതകളില്ലാത്ത പിന്തുണയാണ്. അക്കാദമിക് ഗവേഷണ രംഗത്തെ അന്താരാഷ്ട്ര മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കാൻ RBDCK വഴി 99 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 30 കോടിയോളം രൂപ കൈമാറിക്കഴിഞ്ഞു. കുസാറ്റിലെ വിവിധ പഠന വകുപ്പുകൾക്ക് അത്യാധുനിക ലബോറട്ടറി ഉപകരണങ്ങളും വാങ്ങുന്നതിനായി 142 കോടിയിലധികം രൂപയുടെ വലിയ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകി.
ഇതിൽ 54 കോടിയിലധികം രൂപ കൈമാറി. വിദ്യാർത്ഥികൾക്ക് മികച്ച താമസ സൗകര്യമൊരുക്കാൻ, പെൺകുട്ടികൾക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുമായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാൻ 31 കോടിയിലധികം രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ ട്രാൻസ്ലേഷൻ റിസർച്ച് സെന്റർ, ന്യൂറോഡി ജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത് സെന്റർ ഓഫ് എക്സലൻസ് തുടങ്ങിയ ഭാവിയിലേക്കുള്ള സുപ്രധാന ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. ഇത് കുസാറ്റിന്റെയും കളമശ്ശേരിയുടെയും വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. വിവരസാങ്കേതിക വിദ്യയുടെയും വ്യവസായത്തിന്റെയും കേന്ദ്രം കൂടിയാണ് കളമശ്ശേരി. ഈ മേഖലകളിലെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനും കിഫ്ബി വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു. കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മുഖേന കൊച്ചി ഇന്നോവേഷൻ സോണിൽ 3.4 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ IT കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 251 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ഇതിൽ 118 കോടിയിലധികം രൂപ കൈമാറിക്കഴിഞ്ഞു. ഇത് കൂടുതൽ IT കമ്പനികളെ ആകർഷിക്കാനും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. അതുപോലെ കിൻഫ്ര വഴി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ ഭൂമി ഏറ്റെടുത്ത് പുതിയ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിനായി കിഫ്ബി 200 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 145 കോടിയിലധികം രൂപ കൈമാറി. ഇത് കളമശ്ശേരിയുടെ വ്യവസായ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകും. കളമശ്ശേരിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഗതാഗത സൗകര്യങ്ങളും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ വികസനത്തിൽ കളമശ്ശേരി ആലുവ ഭാഗം പൂർത്തിയാക്കുന്നത് മണ്ഡലത്തിലെ ഗതാഗതത്തിന് വലിയ ആശ്വാസമാകും. RBDCK വഴി നടപ്പിലാക്കുന്ന ഈ ബൃഹത് പദ്ധതിയുടെ ഭാഗമാണിത്. കൂടാതെ കളമശ്ശേരിയിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ HMT ജംഗ്ഷൻ നവീകരിക്കുന്നതിനുള്ള പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആലുവ, ബ്രഹ്മപുരം എന്നിവിടങ്ങളിലെ 220 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനുകൾ ഏറെ സഹായിക്കും. അതുപോലെ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കരുമാലൂർ, കുന്നുകര പഞ്ചായത്തുകളിലെ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബി നൽകുന്ന പിന്തുണയും കളമശ്ശേരിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും പ്രയോജനകരമാകും. പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കിഫ്ബി നടപ്പാക്കുന്ന വിവിധ സ്കൂൾ ക്ലസ്റ്റർ പദ്ധതികളുടെയും പ്രയോജനം കളമശ്ശേരി മണ്ഡലത്തിലെ സ്കൂളുകൾക്കും ലഭിക്കുന്നുണ്ട്. കൈറ്റ്, കില എന്നീ ഏജൻസികൾ വഴിയാണ് ഇവ നടപ്പിലാക്കുന്നത്. ഇതുവഴി സ്കൂളുകളിൽ ഹൈടെക് സൗകര്യങ്ങളും മികച്ച പഠനാന്തരീക്ഷവും ഒരുങ്ങുന്നു. യുവജനങ്ങൾക്ക് പുതിയ കാലത്തെ തൊഴിലുകൾക്ക് അനുയോജ്യമായ നൈപുണ്യം നൽകാനും വീടിനടുത്ത് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ള KDISCന്റെ സ്കിൽ ഇക്കോസിസ്റ്റം വികസന പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രയോജനവും കളമശ്ശേരിയിലെ യുവതലമുറയ്ക്ക് ലഭിക്കും. കളമശ്ശേരിയുടെ ഈ വികസന കുതിപ്പിന് പിന്നിൽ ശക്തമായ നേതൃത്വമുണ്ട്. മണ്ഡലത്തിന്റെ MLAയും സംസ്ഥാന വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രിയുമായ P. രാജീവിന് കിഫ്ബി പദ്ധതികളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കേരളത്തിലെ പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു മുന്നേറ്റത്തിനാണ്, വിപ്ലവത്തിനാണ് കിഫ്ബി നേതൃത്വം നൽകിയിട്ടുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ മാറ്റങ്ങൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കളമശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് അത് ആരോഗ്യരംഗത്ത് തന്നെയാണ്. കളമശ്ശേരി ക്യാൻസർ സെൻറ്റർ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ 466 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടുള്ള ക്യാൻസർ സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. എക്യുപ്മെൻറ്റുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യ കേരളത്തിൽ പൊതുമേഖലയിലെ ഏറ്റവും ശക്തമായ ഒരു ക്യാൻസർ ഗവേഷണ ചികിത്സാ കേന്ദ്രമായി അത് മാറാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിൽ നിന്ന് ഏറ്റെടുത്ത കൊച്ചി മെഡിക്കൽ കോളേജ്
നിരവധി ബാലാരിഷ്ടതകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലുള്ള വലിയ മാറ്റത്തിനാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 368 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത്. അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റ് ഉപകരണങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് രണ്ടും വരുന്നതോടുകൂടി എറണാകുളത്തിൻ്റെ മാത്രമല്ല സമീപ ജില്ലയിലെയും ആരോഗ്യ സംവിധാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. സാധാരണക്കാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ സൗജന്യമായും പ്രാപ്യമായ രൂപത്തിലും ലഭ്യമാകുമെന്നാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർവകലാശാലയിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുതൽ മുടക്കാണ് 242 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കിഫ്ബി പദ്ധതി എന്നുള്ളത്. ഗവേഷണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകരമാകുന്ന പദ്ധതിയാണ്. ഇടയ്ക്ക് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അത് പരിഹരിച്ച് പൂർത്തീകരിക്കുന്നതിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 5 കോടിയുടെയും അതുപോലെ 2 കോടിയുടെയും പദ്ധതികൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി പിൻബലത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി സാധ്യമായി എന്നത് എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് കുടിവെള്ളമാണ്. കുടിവെള്ളം ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകൾക്കകത്ത് ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്യുകയുണ്ടായി. അതിപ്പോൾ 46 കോടി രൂപയുടെ പദ്ധതിയായി കിഫ്ബി അംഗീകരിച്ചു. അതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. മിക്കവാറും അധികം വൈകാതെ തന്നെ ടെൻഡർ അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പദ്ധതി ഒരു 50 വർഷക്കാലത്തേക്ക് ഈ 2 പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിഫ്ബി പദ്ധതിയുടെ തന്നെ ഭാഗമായി വരുന്ന സയൻസ് പാർക്ക്, കേരളത്തിൽ നടപ്പിലാക്കുന്ന സയൻസ് പാർക്കുകൾ ഒന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ചേർന്നാണ്. 200 കോടി രൂപ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന അതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ്. FACTയുടെ സ്ഥലം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ വഴി കിഫ്ബി നമ്മുടെ നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. കളമശ്ശേരിയിൽ കിഫ്ബി നടപ്പാക്കുന്നത് കേവലം ഒറ്റപ്പെട്ട പദ്ധതിയല്ല, മറിച്ച് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ക്യാൻവാസാണ്. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം, IT, വ്യവസായം, ഗതാഗതം, ഊർജം, കുടിവെള്ളം, പൊതുവിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ഇങ്ങനെ എല്ലാ സുപ്രധാന മേഖലകളുമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ കളമശ്ശേരിയിലേക്ക് എത്തുന്നത്. ഇതിൽ പല പദ്ധതികൾക്കുമായി കോടിക്കണക്കിന് രൂപ ഇതിനകം കൈമാറിക്കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. ഇത് കളമശ്ശേരിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന മുന്നേറ്റമാണ്. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ കളമശ്ശേരിയുടെ മുഖച്ഛായ തന്നെ മാറും. ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന IT, വ്യവസായ ഇടനാഴികൾ, മെച്ചപ്പെട്ട ഗതാഗത, ഊർജ, കുടിവെള്ള സൗകര്യങ്ങൾ, ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. ഇത് മണ്ഡലത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിനൊപ്പം സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും. കിഫ്ബിയുടെ ഈ ഇടപെടൽ കളമശ്ശേരിയുടെ ഭാവിയിലേക്കുള്ള വലിയ നിക്ഷേപമാണ്. ഹൈറേഞ്ചിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രകൃതി സൗന്ദര്യവും വിദ്യാഭ്യാസ പാരമ്പര്യവും ഇഴചേർന്നു നിൽക്കുന്ന കോതമംഗലം നിയോജക മണ്ഡലം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡലം കാർഷിക പ്രാധാന്യത്തിനൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. മാർ അത്തനേഷ്യസ് കോളേജ് പോലുള്ള പ്രസിദ്ധമായ സ്ഥാപനങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസ പൈതൃകത്തിന് മാറ്റുകൂട്ടുന്നു. ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് കരുത്തേകുകയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കോതമംഗലം നിയോജക മണ്ഡലം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു പുതിയ ഉണർവിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, സ്റ്റേഡിയങ്ങൾ, ഹോസ്റ്റലുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ കിഫ്ബി എങ്ങനെയാണ് കോതമംഗലത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം പകരുന്നതെന്ന് നമുക്ക് വിശദമായി കാണാം. കിഫ്ബി എന്ന പേര് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ലളിതമായി പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വലിയ വികസന പദ്ധതികൾക്ക്, അതായത് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്ക് ആവശ്യമുള്ള റോഡുകൾ, പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂളുകൾ, സ്റ്റേഡിയങ്ങൾ പോലുള്ളവ സാധാരണ ബജറ്റിന് പുറത്തുനിന്ന് പണം കണ്ടെത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് കിഫ്ബി. വിവിധ സർക്കാർ ഏജൻസികളുമായി ചേർന്നാണ് കിഫ്ബി ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇനി കോതമംഗലം മണ്ഡലത്തിൽ കിഫ്ബി നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലേക്ക് കടക്കാം. ഇവിടെ കോതമംഗലത്തെ സംബന്ധിച്ചാണെങ്കിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ്
ഇടുക്കി ജില്ലയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആദിവാസി നഗറുകളടക്കമുള്ള ഏറെ വിസ്തൃതമായൊരു മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 8 വർഷക്കാലവും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിരവധി റോഡുകളുടെ നിർമ്മാണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓരോ റോഡിൻ്റെയും പേര് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾക്ക് പുറമെ ഇപ്പോൾ തങ്കളം കാക്കനാട് 4 വരിപ്പാത, അത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് തന്നെ വലിയ ഒരു വികസന സാധ്യത, അത് ടൂറിസം രംഗത്തടക്കം മറ്റ് നിരവധി മേഖലകളിൽ, പ്രത്യേകിച്ച് കാക്കനാടുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പാത എന്നുള്ള നിലയിൽ IT വികസനം അടക്കമുള്ള വലിയ വികസന സാധ്യത നൽകുന്നൊരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ആലുവ മൂന്നാർ റോഡും, ആലുവ മുതൽ കോതമംഗലം വരെ വരുന്ന ആലുവ മൂന്നാർ റോഡ്, അത് കിഫ്ബി സാമ്പത്തിക സഹായത്തോടു കൂടി 4 വരി പാതയായി വികസിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമേറ്റെടുക്കൽ നടപടികളടക്കം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ വികസനം, അതും കിഫ്ബി ഫണ്ടിലൂടെ ഇപ്പോൾ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയാണ്. അതിന് സമാനമായി തന്നെയാണ് ഗ്രാമീണ മേഖലയിൽ 8 പഞ്ചായത്തിലും നഗരസഭയിലും ഗ്രാമീണ മേഖലയിലടക്കം റോഡ് ഉന്നത നിലവാരത്തിലേക്ക് മാറ്റി തീർക്കുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി വിദ്യാലയങ്ങൾ, ഇപ്പോൾ പല്ലാരിമംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ, ചെറുവട്ടൂർ സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങൾ കിഫ്ബി സാമ്പത്തിക സഹായത്തോടു കൂടി ഇന്നിപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോതമംഗലത്തെ ആതുരാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് കോതമംഗലം താലൂക്ക് ആശുപത്രി ഈ ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ദിവസേന ഏതാണ്ട് 1500ഓളം വരുന്ന ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആ ആശുപത്രിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ കാണേണ്ടത്, ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ പോലെയല്ല, ആദിവാസി സമൂഹമടക്കം ചികിത്സയ്ക്കായി എത്തുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി സാമ്പത്തിക സഹായം 12 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതികളാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പണി ഏതാണ്ട് 50% ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ, ഒരുപക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിലുള്ള വലിയ വികസന മുന്നേറ്റം സാധ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് കിഫ്ബി നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ഒരു പൊതുവായ ആവശ്യമാണ്. നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ, ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ, വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെല്ലാം രാഷ്ട്രീയത്തിനതീതമായി കിഫ്ബിയോടൊപ്പം നിൽക്കണം. അതിനെ ആ ഒരു സംവിധാനം, ആ സംവിധാനത്തെ ഇല്ലാതാക്കിയാൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലുള്ള എൻ്റെ മണ്ഡലത്തിലടക്കം കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ പ്രവർത്തന പദത്തിലാണ്. ഇതെല്ലാം നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ തീർച്ചയായിട്ടും പൊതുസമൂഹമാകെ കിഫ്ബിയോടൊപ്പം കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഹൈറേഞ്ചിന്റെ കവാടമായ കോതമംഗലത്തിന് മികച്ച ഗതാഗത സൗകര്യം അത്യാവശ്യമാണ്. കിഫ്ബി ഈ രംഗത്ത് വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നടപ്പാക്കുന്ന നിരവധി റോഡ് നവീകരണ പദ്ധതികൾക്ക് കിഫ്ബി പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. ഇതിൽ പ്രധാനം കോതമംഗലം പെരുമ്പൻകുത്ത് റോഡിന്റെ 11 മുതൽ 19 കിലോമീറ്റർ വരെയുള്ള നവീകരണമാണ്. ഏകദേശം 22 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. കിഫ്ബി ഇതിനായി 21.5 കോടിയിലധികം രൂപ കൈമാറിയിട്ടുണ്ട്. ഇത് ഈ മേഖലയിലെ യാത്ര സുഗമമാക്കി. അതുപോലെ പ്ലാമുടി, കോട്ടപ്പടി, പനിപ്ര, ഊരംകുടി റോഡിന്റെ നവീകരണത്തിനായി കിഫ്ബി അനുവദിച്ചിരിക്കുന്നത് 22 കോടിയിലധികം രൂപയാണ്. ഇതിനായി 7 കോടിയിലധികം രൂപ കൈമാറിക്കഴിഞ്ഞു. നിർമ്മാണം പുരോഗമിക്കുന്നു. ഇത് ഗ്രാമീണ മേഖലകളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കും. മലയോര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന ഹിൽ ഹൈവേയുടെ നിർമ്മാണത്തിനും കോതമംഗലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചേരം കനാൽ മുതൽ നേര്യമംഗലം വരെയുള്ള 32 കിലോമീറ്റർ ഭാഗം നവീകരിക്കുന്നതിനായി 65 കോടിയിലധികം രൂപയുടെ പദ്ധതിക്കും ചെട്ടിനട, പനംകുഴി, പയ്യൽ,
ചേരങ്കനാൽ ഭാഗത്തിന്റെ നിർമ്മാണത്തിനായി 76 കോടിയിലധികം രൂപയുടെ മറ്റൊരു പദ്ധതിക്കും കിഫ്ബി ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഈ ഹിൽ ഹൈവേ ഭാഗങ്ങൾ പൂർത്തിയാകുന്നതോടെ ഹൈറേഞ്ചിലേക്കുള്ള യാത്ര എളുപ്പമാകുമെന്ന് മാത്രമല്ല, ടൂറിസം, കാർഷിക ഉൽപ്പന്ന വിപണനം എന്നിവയ്ക്ക് വലിയ ഉത്തേജനമാകും. ഈ ബൃഹത് പദ്ധതികൾ നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പൊതുജന ആരോഗ്യ രംഗത്തും കിഫ്ബി കോതമംഗലത്തിന് കൈത്താങ്ങാകുന്നു. ഹിറ്റ്സ് വഴി കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി 11 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 5 കോടിയിലധികം രൂപ കൈമാറിക്കഴിഞ്ഞു. പുതിയ കെട്ടിടങ്ങളും ആധുനിക സൗകര്യങ്ങളും വരുന്നതോടെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സാ സൗകര്യം ഇവിടെ ലഭ്യമാകും. ഇതുകൂടാതെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന കോവിഡ് പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ പ്രയോജനം കോതമംഗലം താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. ഇത് പകർച്ചവ്യാധികൾ തടയുന്നതിനും അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്നതിനും സഹായിക്കും. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലും കിഫ്ബി ശ്രദ്ധ ചെലുത്തുന്നു. കൈറ്റ്, കില, വാപ്കോസ്, ഇൻകെൽ തുടങ്ങിയ വിവിധ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന സ്കൂൾ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ കോതമംഗലം മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾക്ക് ഹൈടെക് ക്ലാസ് മുറികളും പുതിയ കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാകുന്നു. ഈ പദ്ധതികൾക്കായി കോടിക്കണക്കിന് രൂപ കിഫ്ബി ഇതിനകം കൈമാറിയിട്ടുണ്ട്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായി പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പിന്നവൂർക്കുടിയിൽ 100 ആൺകുട്ടികൾക്കായി പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കാൻ കിഫ്ബി ഏകദേശം 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. കോതമംഗലം കായിക രംഗത്ത്, പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ വലിയ സംഭാവനകൾ നൽകിയ നാടാണ്. ഈ പാരമ്പര്യം നിലനിർത്താനും പുതിയ തലമുറയിലെ കായിക താരങ്ങളെ വാർത്തെടുക്കാനും ലക്ഷ്യമിട്ട് കിഫ്ബി ഒരു വലിയ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. കിറ്റ്കോ മുഖേന കോതമംഗലം ചേലാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ 17 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതിക്കുള്ള ഭരണാനുമതി ലഭിച്ചു. നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പൂർത്തിയാകുന്നത് കോതമംഗലത്തിന്റെ കായിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും. ഇവയ്ക്ക് പുറമെ ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും പൊതുവായ വികസനത്തിന്റെ ഭാഗമായുള്ള മറ്റ് ചില കിഫ്ബി പദ്ധതികളുടെയും പ്രയോജനം കോതമംഗലത്തിനും ലഭിക്കുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റി മൂവാറ്റുപുഴ PS സർക്കിളിന് കീഴിൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതികൾ, KSEBL ട്രാൻസ്ഗ്രിഡ് നടപ്പിലാക്കുന്ന കൊച്ചി ലെൻസ് പാക്കേജ് വഴിയുള്ള മെച്ചപ്പെട്ട വൈദ്യുതി വിതരണം എന്നിവ ഉദാഹരണങ്ങളാണ്. അതുപോലെ ജില്ലയിലെ വ്യവസായ പാർക്ക് വികസനത്തിനായുള്ള HNL ഭൂമി ഏറ്റെടുക്കൽ, യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകുന്ന സ്കിൽ ഇക്കോസിസ്റ്റം പദ്ധതി എന്നിവയുടെ ഗുണഫലങ്ങളും പരോക്ഷമായി കോതമംഗലത്തിന് ലഭിക്കും. ഈ കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാകും കോതമംഗലം മണ്ഡലത്തിൽ കിഫ്ബി എത്ര വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന്. റോഡുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം, സാമൂഹ്യക്ഷേമം തുടങ്ങി വിവിധ മേഖലകളിലായി 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. കോതമംഗലം പെരുമ്പൻകുത്ത് റോഡ് പോലെ പൂർത്തിയായ പദ്ധതികളും, പ്ലാമുടി റോഡ്, താലൂക്ക് ആശുപത്രി നവീകരണം പോലെ പുരോഗമിക്കുന്ന പദ്ധതികളും, ഹിൽ ഹൈവേ, ചേലാട് സ്റ്റേഡിയം, പിന്നവൂർക്കുടി ഹോസ്റ്റൽ പോലെ നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന സ്വപ്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ്. ഈ പദ്ധതികൾ കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ടാറിട്ട റോഡുകളോ മാത്രമല്ല. ഇത് സാധാരണക്കാരുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരും. മികച്ച റോഡുകൾ യാത്ര എളുപ്പമാക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ സമയത്ത് വിപണിയിലെത്തിക്കാൻ സഹായിക്കും.
നവീകരിച്ച ആശുപത്രി മികച്ച ചികിത്സ ഉറപ്പാക്കും. ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകൾ കുട്ടികൾക്ക് നല്ല പഠനാന്തരീക്ഷം നൽകും. സ്റ്റേഡിയം യുവതലമുറയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകും. ഹോസ്റ്റൽ സൗകര്യം ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് പഠനം തുടരാൻ സഹായിക്കും. ഇതെല്ലാം കോതമംഗലത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും. ആരംഭിച്ച പദ്ധതികൾ സമയബന്ധിതമായി ഗുണമേന്മയോടെ പൂർത്തിയാക്കുക എന്നതാണ് ഇനി പ്രധാനം. ഹിൽ ഹൈവേ, ചേലാട് സ്റ്റേഡിയം പോലുള്ള വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ അത് കോതമംഗലത്തിന്റെ ടൂറിസം, കായിക സാധ്യതകൾക്ക് വലിയ ഉത്തേജനമാകും. കിഫ്ബിയുടെ പിന്തുണയോടെ കോതമംഗലം വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഹൈറേഞ്ചിന്റെ കവാടമായ കോതമംഗലം കിഫ്ബിയുടെ കൈത്താങ്ങോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുതിയ ചരിത്രം രചിക്കുകയാണ്. റോഡുകളിലൂടെയുള്ള സുഗമമായ യാത്രയും മികച്ച ആരോഗ്യ, വിദ്യാഭ്യാസ, കായിക സൗകര്യങ്ങളും കോതമംഗലത്തെ കൂടുതൽ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കും. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.